ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം. കാതോലിക്കോൺ കബറിടപ്പള്ളിയുടെ നേരെ മുമ്പിലുള്ള സ്ഥലം. ജെറുസലേമിലെ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ ആസ്ഥാനം, പാത്രിയാർക്കീസിൻ്റെ ഭദ്രാസനം. പണ്ട് കോൺസ്റ്റന്റൈൻ രാജാവ് തീർത്ത അനാസ്തസിസ് പള്ളിയുടെ ഉത്ഥാനത്തിൻ്റെ റൗണ്ട് കഴിഞ്ഞാൽ മുന്നിൽ തോട്ടമാണ്, തുറന്നിട്ട സ്ഥലം. ഇത് പിന്നീട് 1048 കോൺസ്റ്റന്റൈൻ മൊണോമക്കോ നവീകരിച്ചപ്പോഴാണ് ഇത് പള്ളിയുടെ ഭാഗമാക്കി മാറ്റുന്നത്. കുരിശുയുദ്ധക്കാർ ഇത് കോറുസ് ദോമിനോരും കൊയറിനെ നിൽക്കാനുള്ള സ്ഥലമാക്കി മാറ്റുന്നു, രാജകുമാരനെ വാഴിക്കുന്ന സ്ഥാനമാക്കി മാറ്റുന്നു. പിന്നീട് അത് ഗ്രീക്ക് ഓർത്തഡോക്സുകാരുടെ സ്ഥലമായിട്ട് മാറുകയാണ്. 5-ാം നൂറ്റാണ്ടിൽ 451 ഈ ജെറുസലേമിലെ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ, അത്രയും പഴക്കമുള്ള സഭയാണത്. പലസ്തീനയിലും ഇസ്രായേലിലും ജോർദാനിലും സിറിയയിലുമുള്ള ക്രൈസ്തവരുടെ കൂട്ടായ്മ, കുറച്ച് റഷ്യക്കാർ, റുമേനിയൻസ്, ജോർജിയൻസ്. ഇതാണ് ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ച് ഓഫ് ജെറൂസലേമിൻ്റെ അംഗത്വം. ഇവരുടെ ഈ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചാൽ പടിഞ്ഞാറ് ഭാഗത്താണ് അൾത്താര. അൾത്താരയെ മറയ്ക്കുന്ന ഐക്കണോസ്താസിസ് അതിമനോഹരമാണ്. തെക്ക് ഭാഗത്തുള്ള ഇരിപ്പിടം പാത്രിയാർക്കീസിൻ്റേതാണ്. വലതു ഭാഗത്ത് മെത്രാന്മാർക്കുള്ള ഇരിപ്പിടവും. ഇതിൻ്റെ നടുക്ക് ഒരു അർദ്ധവൃത്താകൃതിയിലുള്ള മാർബിളുണ്ട്. ഈ സ്ഥലം സൂചിപ്പിക്കുന്നത് ലോകത്തിൻ്റെ നാഭിയാണ്. എന്ന് പറഞ്ഞാൽ 12-ാം നൂറ്റാണ്ട് വരെ ഉണ്ടായിരുന്ന ലോകത്തിൻ്റെ മാപ്പ് വരയ്ക്കുമ്പോൾ 3 ഭാഗങ്ങളായിട്ട് വരയ്ക്കുന്ന മാപ്പിന് 3 ഭൂഖണ്ഡങ്ങൾ, യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ. ഇതിൻ്റെ നടുഭാഗം ഇരിക്കുന്നത് ജെറുസലേമിലാണ്. അതിൻ്റെ പോയിൻ്റ് അടയാളപ്പെടുത്തുന്ന സ്ഥലമാണ് ഈ പറഞ്ഞ സ്ഥലം. ഇതിൻ്റെ മുകളിൽ ഒരു വലിയ മിനാരമുണ്ട്. കബറിടപ്പള്ളി പുറത്തു നിന്ന് നോക്കുമ്പോൾ 2 മിനാരങ്ങൾ കാണും. വലിയ വൃത്തം ഈ റൊത്തോന്തയുടേതാണ്, ഉത്താനപ്പള്ളിയുടേതാണ് കബറിടത്തിൻ്റെ മുകളിലുള്ളത്. രണ്ടാമത്തെ ചെറിയ വൃത്തം 19 മീറ്റർ വിസ്തീർണമുള്ള വൃത്തം ഈ കാതോലിക്കോണിൻ്റേതാണ്. 1996 അതിനു മുകളിൽ ഗാഗുൽത്ത കുരിശ് ജർമ്മൻ കമ്പനി ഉണ്ടാക്കിയതാണ്. വളരെ പ്രകാശിതമായിട്ടുള്ള കല്ലുകൾ കൊണ്ടാണത് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിയിൽ നിന്ന് ലൈറ്റ് കൊടുത്താൽ ഇരുട്ടത്ത് ഇത് വെട്ടിത്തിളങ്ങി കാണും. 1996 ദിയദോറൂസ് ഒന്നാമനാണ് ഇത് ആശീർവദിച്ച് പള്ളിയുടെ മുകളിൽ സ്ഥാപിക്കുന്നത്. നമ്മളിവിടെ ഓർക്കുക, ലോകത്തിൻ്റെ നാഭിയായിട്ടുള്ള കേന്ദ്രബിന്ദുവായിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ചരിത്രത്തെ 2ആയിട്ട് വിഭജിക്കുന്നത് ക്രിസ്തുവിൻ്റെ ജനനമാണ്. ക്രിസ്തുവിന് മുമ്പ്, ക്രിസ്തുവിന് ശേഷം എന്ന് പറഞ്ഞതുപോലെ തന്നെ ലോകത്തിൻ്റെ മധ്യഭാഗം അതും ക്രിസ്തുവാണ്. ഏതൊക്കെ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോയാലും, ഏതൊക്കെ വിഭജനങ്ങളിലൂടെ കടന്നു പോയാലും ഓർക്കേണ്ടത് എല്ലാത്തിൻ്റെയും മധ്യഭാഗം, കേന്ദ്രബിന്ദു ക്രിസ്തുവാണെന്നുള്ള ഓർമ്മപ്പെടുത്തലാണിത്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം.